നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ മത്തൻ ചെടിയുമായി ബന്ധപ്പെട്ട കുറേയധികം പോസ്റ്റുകൾ ഇട്ടിരുന്നു. ലാസ്റ്റ് നമ്മളൊരു പോസ്റ്റ് ഇട്ടത് അതിൻ്റെ പൂക്കൾ വിരിയും എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് അതിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പരാഗണം, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. അപ്പം നമ്മൾ പലരും പറഞ്ഞതാണ് മത്തങ്ങ ഉണ്ടാകില്ല, കായകൾ ഉണ്ടായിട്ട് കൊഴിഞ്ഞു പോവുകയാണ്. അതിലൊരു പ്രധാന കാരണം ഇതാണ്, അതിലെ പോളിനേഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ്. പോളിനേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. പരാഗണം, ആൺ പെൺ ചെടികൾ തമ്മിലുള്ള പരാഗണം അത് സ്വാഭാവികമായി നടക്കുന്നൊരു പ്രക്രിയയാണ്. കാറ്റ് വഴിയും ഇതിൽ വന്നിരിക്കുന്ന തുമ്പികൾ അത് ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് അത് പറന്ന് ചെന്ന് ചെല്ലുമ്പോൾ പരാഗണം നടക്കും. ഉറുമ്പുകൾ, അങ്ങനെ പല പ്രാണികൾ, ചെറു പ്രാണികൾ വഴിയൊക്കെ പരാഗണം നടക്കുമായിരുന്നു. ഇപ്പം പക്ഷേ അതിനുള്ളൊരു സാധ്യത കുറവാണ്. ചിലപ്പോൾ നമുക്കറിയാം, ഇപ്പം നമ്മുടെ ഒരു തോട്ടങ്ങളിലൊക്കെ ഈ തുമ്പികളുടെയൊക്കെ സാന്നിധ്യം വളരെ കുറവാണ്. അപ്പം അങ്ങനെയൊക്കെ വരുന്ന കേസിലാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടി വരുന്നത്. അപ്പം നമുക്കിവിടെ ഒരു പെൺപൂ ഉണ്ടായിരുന്നു, പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ ഒരാഴ്ച നാട്ടിലില്ലായിരുന്നു. അപ്പോൾ എനിക്കത് ആ പൂവ് വിരിഞ്ഞ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കാതെ, അങ്ങനൊരു വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റാതെ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മളത് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിക്കാം. ഇതാണ് പൂക്കളാണ്, അത് ആൺപൂക്കളാണ്. ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ, രണ്ടും തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നു. പെൺപൂക്കൾക്ക് ഇവിടെ ഒരു കുടം ബൾബ് പോലെ ഉണ്ടാകും, അതാണ് കായായി വരുന്നത്. അതിൻ്റെ ടോപ്പ് ഇതുപോലെ വിരിയും. അത് വിരിയുന്ന ദിവസം നമ്മളൊന്ന് കാണാം, നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ അറിയാം. നാളെ വിരിയുമെങ്കിൽ നമുക്ക് ഇന്നറിയാൻ പറ്റും. അപ്പോൾ നമ്മളത് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം രാവിലെ ഒരു ആൺപൂ എടുത്തിട്ട് അതിൽ പരാഗണം നമ്മൾ മാനുവലായിട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളിതിൽ 2 ചെടികളുണ്ടെങ്കിൽ നമ്മൾ എയും ബിയും ഉണ്ടെന്ന് വെച്ചു. ബി എന്ന് പറയുന്ന ചെടിയിലാണ് പെൺപൂ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആൺപൂ ഉപയോഗിച്ച് വേണം പരാഗണം നടത്താൻ. അതിൻ്റെ ഓപ്പോസിറ്റ് അടുത്തൊരു ചെടി ഉണ്ടെങ്കിൽ അതിൻ്റെ ആൺപൂ കളക്ട് ചെയ്യുക. ഉണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത്. ഇല്ലെങ്കിൽ സെയിം ചെടിയിൽ തന്നെ എടുക്കുക. ആദ്യമായിട്ട് നമുക്കൊരു ഫ്രഷ് ആയിട്ടുള്ള ആൺപൂ നമ്മൾ സെലക്ട് ചെയ്യണം. ഇവിടെ ഒരെണ്ണമുണ്ട്, അങ്ങനെ എടുത്തിരിക്കുകയാണ്. അതായത് മുറിച്ചെടുത്തിരിക്കുകയാണ്. ഇത് ശരിക്കും നമ്മുടെ ആൺ പെൺ പ്രത്യുൽപാദന അവയവങ്ങൾ അതേ ഷേപ്പിലായിരിക്കും ഇതിലുണ്ടാകുക. അതായത് ആൺപൂവിൻ്റെയാണ്. പെൺപൂവും ഇപ്പം നമുക്ക് കാണിക്കാൻ നിർവാഹമില്ല. ഇതിൻ്റെ ഒരു മറ്റ് ഷേപ്പിൽ, അതിൻ്റെ ഒരു ഓവൽ ഷേപ്പിൽ വരും അതിൻ്റെ. ഓക്കെ, അതിലേക്ക് നമ്മളിതിൻ്റെ ഈ സൈഡിലത്തെ ഈ ഇലകൾ നമ്മൾ നീക്കം ചെയ്യുന്നു. നമ്മളിത് കൈകൊണ്ടത് നീക്കം ചെയ്തിട്ട് അതിൻ്റെ നടുക്ക് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ഒരു നടുക്ക് ഒരു തണ്ട് കാണാം. അതാണ് നമ്മളിതായിട്ട് ഉപയോഗിക്കുന്നത്. ഞാനതൊന്ന് റിമൂവ് ചെയ്യട്ടെ. ഓക്കെ, ഞാനതിൻ്റെ ആ സൈഡിലത്തെ ഇലകളെല്ലാം കളഞ്ഞിട്ട് ഇപ്പം നമുക്ക് ആ ഒരു തണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ തണ്ട് നമ്മൾ ആ പെൺപൂവിന് ഇതുപോലെ ഉള്ള ഒരു ഭാഗം ഉണ്ടാവും, നടുക്ക് കുഴിവുള്ളൊരു ഭാഗം ഉണ്ടാവും. അതിലേക്ക് ജസ്റ്റ് ഇറക്കി വെക്കുന്നു. ഈ പൊടി അതിൽ തട്ടും. സോ അവിടെ പരാഗണം നടക്കും. ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ്. ഓക്കെ, നമ്മുടെ ഓൾറെഡി എനിക്കിവിടെ കായ ആയിട്ടുണ്ട്. ഇപ്പോൾ ടെറസിൽ കായ കിട്ടില്ല എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഏതായാലും ഞാൻ കഴിഞ്ഞ ദിവസം, ഞാൻ ഒരാഴ്ച ഇവിടെ ഇല്ലായിരുന്നു, ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നിൽപ്പുണ്ട്. ഇതിൻ്റെ ഇതുപോലെ പൂക്കളുണ്ടാവും. അതിൻ്റെ ഇതുപോലെ ഒരു കുടം വിരിയും. അതിൻ്റെ നടുക്ക് നമുക്കൊരു ചെറിയ 4 ഇതളുകളിൽ ഇടയ്ക്ക് ഒരു ചെറിയ ദ്വാരം ഉണ്ടാവും. അപ്പോൾ അതിലേക്കാണ് നമ്മളിത് ഇറക്കി വെക്കേണ്ടത്. അങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിപ്പോൾ നമുക്കൊന്ന് ഡെമോ ചെയ്യാനായിട്ട് പറ്റാതെ പോയി. ഇനി ഇതിൽ പെൺപൂക്കൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം ടെറസാണ്. ഇതെങ്കിലും കിട്ടിയത് ഭാഗ്യം എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ഇനി അങ്ങനെ ഉണ്ടായാൽ ഞാനതൊന്ന് ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഏകദേശം ഐഡിയ പിടികിട്ടിക്കാണും. പെൺപൂ വിരിയുന്ന അതേ ദിവസം തന്നെ ചെയ്യണം, പിറ്റേ ദിവസമല്ല ചെയ്യേണ്ടത്. അന്ന് രാവിലെ തന്നെ, കഴിവതും രാവിലെ തന്നെ ചെയ്യണം. അതിനുശേഷം കായകൾ നമ്മൾ കരിയിലകളോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ച് മൂടിയിടണം. കായീച്ചയുടെ ഉപദ്രവം ഉണ്ടാവും, അതിനെ തടയാൻ വേണ്ടിയാണ്. കായീച്ചയുടെ ഉപദ്രവം ഉണ്ടായാലും നമുക്ക് കായകൾ കിട്ടാതെ വരും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം. എങ്കിൽ മാത്രമേ നമുക്ക് മത്തൻ ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. ഏതായാലും നമ്മുടെ ഒരു മത്തൻ സീരീസിൽ ഏകദേശം ലാസ്റ്റ് പോസ്റ്റ് ആയിരിക്കും ഇത്. ഏകദേശം ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഇതൊരു മത്തങ്ങയായിട്ട് കിട്ടുകയാണെങ്കിൽ ഞാനതുകൂടി ഒന്ന് ഉൾപ്പെടുത്തിയൊരു വീഡിയോ ഇടാം. ഏതായാലും നമ്മൾ പല സീരീസ് ഇപ്പം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നുകൂടി ആയിരിക്കുകയാണ്. ചീര കഴിഞ്ഞു, നിത്യവഴുതന കഴിഞ്ഞു,
പാലക്ക് കഴിഞ്ഞു, തക്കാളി കഴിഞ്ഞു, ഇപ്പം മത്തനുമായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട്, നമ്മളൊരു 20,000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ഒരു മാർക്കിലേക്ക് കിടക്കുകയാണ്. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്കിത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. പിന്നെ പലരും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൂടെ, ഫോൺ നമ്പർ തരാമോ? നമുക്ക് ഇപ്പം തന്നെ ഇതിലെ കമൻറ്റുകൾക്ക് മറുപടി കൊടുക്കാൻ ടൈമില്ല. അപ്പോൾ ഞാൻ ഫോൺ നമ്പർ കൂടി തന്നുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. വാട്സാപ്പ് ഗ്രൂപ്പിനോട് തീരെ താല്പര്യമില്ല. കാരണം നമുക്കത് മാനേജ് ചെയ്യാൻ പാടാണ്. അതുകൊണ്ട് അതൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കുക വേണ്ട. പിന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിലൂടെ പറയാൻ പറ്റുകയുള്ളൂ. ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. തെറ്റ് പറയില്ല എന്നുള്ളൊരു ഉറപ്പ് തരുന്നു, പക്ഷേ നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറയില്ല. ഒരുപാട് പേര് ഓരോന്ന് ചോദിക്കുന്നുണ്ട്, പക്ഷേ ഇതിടാവോ. നമുക്കറിയാത്ത കാര്യങ്ങൾ ഒരു കാരണവശാലും ഇതിൽ ഉൾപ്പെടുത്തില്ല. അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. അപ്പം ദയവായി സഹകരിക്കുക, ലിമിറ്റേഷൻസ് മനസ്സിലാക്കുക. നിങ്ങളുടെ ഒരു സപ്പോർട്ടിന് നന്ദി. ഈ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ടിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഇടുക. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സജഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഐഡിയാസ് അതുകൂടി മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക. ഏതായാലും നമുക്ക് ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.